ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വർഷത്തെ കേരള IT അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ചവരാണെങ്കിൽ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവരാണെങ്കിൽ എങ്ങനെ അപേക്ഷ സമർപ്പിക്കണം എന്നുള്ളതും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരിക. ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ itadmission.kerala.gov.in എന്ന് സെർച്ച് ചെയ്ത് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിലെ മുഴുവൻ മുഴുവൻ ഗവൺമെൻറ് ITയിലേക്കും ഒരു അപേക്ഷ സമർപ്പിച്ചാൽ മതി. അതായത് കേരളത്തിലെ മുഴുവൻ 108 ഗവൺമെൻറ് ITയിലെ 78 ട്രേഡിലേക്ക് നിങ്ങൾക്ക് ഒരു അപേക്ഷ സമർപ്പിച്ചാൽ മതി. അതായത് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജാണോ താല്പര്യമുള്ളത് നിങ്ങൾക്ക് ആ കോളേജുകൾ സെലക്ട് ചെയ്യാം. ഏതൊക്കെ ട്രേഡുകളാണോ താല്പര്യമുള്ളത് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. അതായത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ടുള്ള എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കോളേജുകളും ട്രേഡുകളും സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒറ്റ അപേക്ഷ സമർപ്പിച്ചാൽ മതി. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ SSLC ജയിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് മെട്രിക് കോഴ്സുകളും നോൺ മെട്രിക് ട്രേഡുകളും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി SSLC ജയിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നോൺ മെട്രിക് കോഴ്സുകൾ മാത്രമേ സെലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങൾ +2 പാസ്സായവരാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ബോണസ് മാർക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ +2ൻ്റെ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കുക. അതിൻ്റെ ഡീറ്റെയിൽ എൻട്രി ചെയ്യണം. അത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് റിസർവേഷൻ NCC NSS അങ്ങനെ റിസർവേഷൻ ഉള്ളവർ അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റുകളൂടെ റെഡിയാക്കി വെക്കുക. കാരണം അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ എൻ്റർ ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് PDF 200 KB സൈസിനുള്ളിലുള്ള PDF ആയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ആ ഒരു സൈസിലുള്ള സ്കാൻ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത് കൂടാതെ നിങ്ങളുടെ കയ്യിൽ ഒരു വർക്കിംഗ് ഇമെയിൽ ID ഉണ്ടായിരിക്കണം. അത് ജിമെയിലോ യാഹോ നിങ്ങളുടെ കയ്യിൽ ഒരു മെയിൽ ID ഉണ്ടായിരിക്കണം. കൂടാതെ നിങ്ങളുടെ കയ്യിൽ ഒരു വർക്കിംഗ് മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. ഈ ഒരു വർക്കിംഗ് മൊബൈൽ നമ്പറിലേക്കായിരിക്കും, അതായത് ആ ഒരു മൊബൈൽ നമ്പറിലേക്കായിരിക്കും നിങ്ങളുടെ ഫർദർ ആയിട്ടുള്ള എല്ലാ മെസ്സേജുകളും വരുന്നത്. നിങ്ങളുടെ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് ആ ഒരു മൊബൈലിലേക്കായിരിക്കും മെസ്സേജ് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇതെല്ലാം വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും അപ്ലൈ നൗ ലോഗിൻ ഉണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അപ്ലൈ നൗ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾ ഒരു 1 ടൈം രജിസ്ട്രേഷൻ ആദ്യം ചെയ്യണം. ഈ ഒരു 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന ഒന്നുമില്ല, സിമ്പിൾ ആണ്. നിങ്ങളുടെ ഫുൾ നെയിം എൻ്റർ ചെയ്യുക. അതായത് നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ SSLC ബുക്കിൽ എന്താണോ പേരുള്ളത് അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. തൊട്ട് താഴെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള ആ വർക്കിംഗ് മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അത് നിങ്ങളുടെയോ നിങ്ങളുടെ രക്ഷിതാവിൻ്റെയോ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. തൊട്ട് താഴെ ആ ഒരു മെയിൽ ID കൊടുക്കുക. പിന്നെ ഒരു പാസ്വേഡ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. ഓക്കെ, ആ പാസ്വേഡ് തന്നെ വീണ്ടും ഇവിടെയും ടൈപ്പ് ചെയ്യുക. തൊട്ട് താഴെ ക്യാപ്ച എൻ്റർ ചെയ്യുക. ഇവിടെ കാണിക്കുന്ന ക്യാപ്ച എൻ്റെ ഈ ഒരു സിസ്റ്റത്തിൽ കാണിക്കുന്ന ക്യാപ്ചയാണ്. നിങ്ങളുടെ സിസ്റ്റത്തിൽ എന്താണോ ക്യാപ്ച കാണിക്കുന്നത് അത് എൻ്റർ ചെയ്യുക. രജിസ്റ്റർ നൗ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ 1 ടൈം രജിസ്ട്രേഷൻ അവിടെ കംപ്ലീറ്റ് ആവും. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ട്രേഡ് ഏതാണ്, ഏത് ITയിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്, അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. പ്രോസ്പെക്ടസ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ നിങ്ങൾ NCVT കോഴ്സിനാണോ SCVT കോഴ്സിനാണോ അപേക്ഷ സമർപ്പിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും NCVT പ്രോസ്പെക്ടസ്, SCVT പ്രോസ്പെക്ടസ്, യൂസർ മാനുവൽ. അതിൽ നിങ്ങളിപ്പോൾ NCVT കോഴ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ NCVT എന്ന ആ ഒരു ബട്ടണിൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ NCVT എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഡീറ്റെയിൽ ഓൾറെഡി പറഞ്ഞാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള NCVTയുടെ അഫിലിയേഷൻ ലഭിച്ച ട്രേഡുകളിൽ അല്ലെങ്കിൽ യൂണിറ്റുകളിൽ പരിശീലനം ലഭിക്കുന്ന കോഴ്സുകളാണ് NCVTയിൽ വരുന്നത്. SCVT എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കുക. അതിലെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ ഇപ്പോൾ തന്നിരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് ജൂൺ 20 വരെയാണ്. അപ്പോൾ ജൂൺ 20-നുള്ളിൽ തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. ശേഷം നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിച്ചതിൻ്റെ ആ ഒരു പ്രിന്റ് ഔട്ടും കൂടാതെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാം ഒറിജിനൽ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ITയിൽ, നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള, നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച IT വേണമെന്നില്ല, ഏതെങ്കിലും ഒരു IT ഗവൺമെൻറ് ITയിൽ പോയിട്ട് നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യണം. അങ്ങനെ വെരിഫിക്കേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ അപേക്ഷ സമർപ്പണം പൂർണ്ണമാവുകയുള്ളൂ. ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസ് നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ. അപ്പോൾ ഇതിൽ ട്രേഡുകളും കാര്യങ്ങളും മാർക്ക് എങ്ങനെയാണെന്നുള്ളത് കാണാൻ സാധിക്കും. ഇപ്പോൾ +2ൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20 മാർക്ക് ഗ്രേസ് മാർക്ക് ഒക്കെ ഉണ്ടാകും. അതുപോലെ മറ്റ് റിസർവേഷൻ്റെ ഒക്കെ കാര്യങ്ങൾ, അതിൻ്റെ മാർക്കൊക്കെ എത്ര കിട്ടുമെന്നൊക്കെ ഉള്ളത് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അതിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡിൻ്റെ ഡീറ്റെയിൽ എല്ലാം കാണാൻ സാധിക്കും. എത്ര രൂപയാണ് വർഷം ഫീസായിട്ട് വരുന്നതെന്ന് പറയുന്നത് ചെറിയ ഫീസാണ്. 2 വർഷ കോഴ്സിന് 1270 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. 1 വർഷ കോഴ്സിന് 950 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഫീസിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എന്തൊക്കെ കോഴ്സുകളാണുള്ളത്, ഇതിൽ ഏത് കോഴ്സാണോ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് നിങ്ങൾക്ക്
താല്പര്യം, നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ ആഗ്രഹം ആ ഒരു കോഴ്സ് മാത്രം സെലക്ട് ചെയ്യുക. കാരണം ഈ ഒരു കോഴ്സ് നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചർ IT കഴിഞ്ഞ് ഡിപ്ലോമ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോളിടെക്നിക്കിൽ അഡ്മിഷൻ ലാറ്റർ എൻട്രി വഴിക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സ് നിങ്ങൾ അതുമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമെങ്കിൽ ആ ഒരു കോഴ്സ് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ തിരിച്ച് വീണ്ടും ഈ ഒരു പേജിലേക്ക് വരിക. അതുപോലെ നിങ്ങൾ യൂസർ മാനുവൽ ഉണ്ട്. ഈ ഒരു യൂസർ മാനുവൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പണം വളരെ സിമ്പിളായിട്ട് അതിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് SSLC രജിസ്ട്രേഷൻ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ ആസ് ഓൺ സർട്ടിഫിക്കറ്റ് എന്നുണ്ട്. അവിടെ നമ്മുടെ SSLC ബുക്കിൻ്റെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ SSLCയുടെ മാർക്കും ഡീറ്റെയിൽ ഒക്കെ ഇതിൽ വന്നോളും. നിങ്ങൾ ആ ഒരു 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് ആവശ്യമില്ല. ഓക്കെ. അതേസമയം നിങ്ങൾ 2013 മുമ്പ് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽ എൻ്റർ ചെയ്യണം. 2013 ശേഷമാണ് നിങ്ങളെല്ലാം ഇപ്പോൾ ലേറ്റസ്റ്റ് പാസ് ഔട്ട് ആയ കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽ എല്ലാം ഓട്ടോമാറ്റിക് അതിൽ വന്നോളും. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ ഫസ്റ്റ് പേജിൽ നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് ക്വാളിഫിക്കേഷൻ ഇൻഫർമേഷൻ ഉണ്ട്, അത് ഫില്ല് ചെയ്യുക. അതിനുശേഷം അത് സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് സെക്കൻഡ് പേജിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ, അതായത് നിങ്ങളുടെ അഡ്രസ്സ്, എവിടെയാണ് നിങ്ങളിപ്പോൾ താമസിക്കുന്നത് അത് തന്നെയാണോ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്. നിങ്ങൾക്ക് പെർമനന്റ് അഡ്രസ്സ് ഒന്ന് തന്നെയാണ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ഒന്ന് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു 2 അഡ്രസ്സ് അവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങളുടെ മെയിൽ ID കൊടുക്കുക. അതുപോലെ തന്നെ ഗാർഡിയൻ്റെ മൊബൈൽ നമ്പർ, വേറെ നമ്പർ ഉണ്ട്, നിങ്ങൾ ആ ഒരു നമ്പർ കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു നമ്പർ തന്നെ കൊടുക്കുക. ജവാൻ്റെ കാറ്റഗറി വരുന്നതാണോ, NCC സർട്ടിഫിക്കറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും യൂത്ത് ഫെസ്റ്റിവൽ, അതുപോലെ തന്നെ EWS കാറ്റഗറിയിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷനിലുള്ളവരാണെങ്കിൽ അത്, അതുപോലെ നിങ്ങളുടെ മറ്റുള്ള റിസർവേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ ഒരു 3ാമത്തെ പേജിലാണ് കൊടുക്കേണ്ടത്. ഏത് പേജിൽ നിങ്ങൾ എന്ത് എൻ്റർ ചെയ്താലും നിങ്ങൾ അത് സേവ് ചെയ്ത് വേണം അടുത്ത പേജിലേക്ക് പോകാൻ വേണ്ടി. 4ാമത്തെ പേജിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ നിങ്ങൾ SSLC മാത്രം കൊടുക്കുന്നെങ്കിൽ നിങ്ങളൊന്നും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. ഇവിടെ എന്താണോ അപ്ലോഡ് ചെയ്യാൻ പറയുന്നത് ആ സർട്ടിഫിക്കറ്റ് എല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അടുത്തതാണ് നമ്മൾ ട്രേഡ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന IT ഏതാണോ ആ ITകളും, നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ട്രേഡ് ഏതാണോ ആ ട്രേഡുകളും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് 1, 2, 3 അങ്ങനെ വേണം കൊടുക്കാൻ വേണ്ടി. ഏറ്റവും ഒന്നാമത് വരുന്നതായിരിക്കണം നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള സബ്ജക്റ്റ്. ആ ഒരു ട്രേഡ് കിട്ടിയില്ലെങ്കിൽ വേറെ ഏതാണോ വേണ്ടത് അങ്ങനെ വേണം കൊടുക്കാൻ. അപ്പോൾ ഏറ്റവും ഒന്നാമതുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് വെക്കുന്നത്. അത് കിട്ടിയില്ലത് 2ാമത്തേത്, ഇനി അത് കിട്ടിയില്ലെങ്കിൽ 3ാമത്തേത്, അങ്ങനെ വേണം നമ്മൾ ഓപ്ഷൻസ് വെക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്ഷൻസ് മുന്നോട്ടും പിന്നോട്ടും ആക്കാൻ വേണ്ടി അവിടെ ഒരു ഗ്രീൻ ആരോ ഉണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുകളിലേക്കും താഴേക്കും ആയിക്കോളും. അപ്പോൾ ഏറ്റവും താല്പര്യമുള്ളത് ആദ്യം വെക്കുക. ഓക്കെ, ഇനി അതിനുശേഷം ഇതെല്ലാം സേവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ പ്രിവ്യൂ യുവർ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫില്ല് ചെയ്തെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ കൊടുത്ത ITയും നിങ്ങൾ കൊടുത്ത ട്രേഡുകളും എല്ലാം കറക്റ്റായിട്ട് അവിടെ വന്നിട്ടുണ്ടോ, എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അത് മാറ്റം വരുത്തുക. ഓക്കെ, അങ്ങനെ നിങ്ങൾക്കത് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു അപേക്ഷ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. 100 രൂപയാണ് അപേക്ഷ ഫീസ്. നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡൊക്കെ വെച്ച് നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. GPay ഒക്കെ വഴി നിങ്ങൾക്ക് ആ ഒരു പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ITയിലും ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഹെൽപ്പ് ഡെസ്കിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് അടുത്തുള്ള ITയിലും കോൺടാക്ട് ചെയ്ത് എന്തെങ്കിലും പേയ്മെൻറ്റ് വല്ലതും ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ITയിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ചു. ഈ ഒരു അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് നമ്മൾ എടുത്തു വെച്ചു. അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലായിട്ട് നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ITയിൽ പോയി വെരിഫിക്കേഷൻ നടത്തിയാൽ മാത്രമേ നമ്മുടെ അപേക്ഷ സമർപ്പണം പൂർണ്ണമാവുകയുള്ളൂ. നിങ്ങൾ അങ്ങനെ ചെയ്തില്ല നിങ്ങളുടെ അഡ്മിഷൻ തന്നെ ക്യാൻസൽ ആയി പോകും. അതുകൊണ്ട് നിങ്ങൾ സമർപ്പിച്ച അപേക്ഷ പോകുമ്പോൾ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റായിട്ട് അടുത്തുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ITയിൽ പോയിട്ട് വെരിഫിക്കേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും നിങ്ങൾ അപേക്ഷ ഫോം സബ്മിറ്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും തെറ്റായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അത് എഡിറ്റ് ചെയ്യാൻ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ലോഗിൻ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളുടെ ആ ഒരു യൂസർ ID അല്ലെങ്കിൽ മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ അപേക്ഷ ഫോം എഡിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എന്ത് എഡിറ്റ് ചെയ്താലും അത് സേവ് ചെയ്തിട്ട് ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുക്കുക. ആ ഏറ്റവും അവസാനം നിങ്ങൾ എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു പ്രിൻ്റ് ഔട്ടായിട്ട് വേണം നിങ്ങൾ വെരിഫിക്കേഷൻ പോകാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം വെരിഫിക്കേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ അപേക്ഷ സമർപ്പണം പൂർണ്ണമാവുകയുള്ളൂ. ഇനി വെരിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ അപേക്ഷ സമർപ്പണമോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള എന്തെങ്കിലും പേയ്മെൻറ്റ് ഫെയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു എറർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ നമ്പറുണ്ട്. നിങ്ങൾ ആ ഒരു ഹെൽപ്പ് ഡെസ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഹെൽപ്പ് ഡെസ്കിൻ്റെയും ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതാത് ഹെൽപ്പ് ഡെസ്കുമായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പണത്തെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ അപേക്ഷ സമർപ്പിച്ചതിന്
ശേഷമുള്ള പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ ഇനി നിങ്ങളുടെ ഈ ഒരു അപേക്ഷയുടെ നിങ്ങളുടെ മാർക്കിൻ്റെയും നിങ്ങളുടെ റിസർവേഷൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് അതായത് ITIയുടെ നോട്ടീസ് ബോർഡിലും അതുപോലെ നിങ്ങൾ ഈ കൊടുക്കുന്ന മൊബൈലിൽ SMS വരാറുണ്ട്. കൂടാതെ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഗവൺമെൻറ് ITI എന്നുണ്ട്. നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ഗവൺമെൻറ് ITIകളുടെയും വെബ്സൈറ്റ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏത് ഗവൺമെൻറ് ITIയിലേക്കാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് ആ ഒരു ITIയിൽ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ മനസ്സിലാവും. അപ്പോൾ ആദ്യം ഒരു മെയിൻ റാങ്ക് ലിസ്റ്റ് വരും, അതിൽ നിന്ന് അവർ ഷോർട്ട് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയാണ് അഡ്മിഷൻ തരുന്നത്. അപ്പോൾ അതേപ്പറ്റിയുള്ള ഡീറ്റെയിൽ നമുക്ക് തുടർന്ന് വരുന്ന വീഡിയോകളിൽ ഷെയർ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ഡെസ്കുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇനി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതേപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.